തിരുവനന്തപുരം തിരുവല്ലത്ത് പത്രുമതിയായ ഷഹന ഷാജി ആത്മഹത്യ ചെയ്തു. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ. 3 വർഷം മുമ്പ് അവർ കാട്ടാക്കടലുള്ള ഷാജിയെ വിവാഹം കഴിച്ചു. അവർക്ക് 75 പവൻ്റെ ആഭരണം അന്ന് കൊടുത്തു. സ്ത്രീധനമായിട്ട് തന്നെയാണ് കൊടുത്തത്. അത് കിട്ടിയ ശേഷം കാട്ടാക്കട ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ സുനിതയും ഭർത്താവും നിരന്തരം കൂടുതൽ സ്ത്രീധന തുക വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ശാരീരിക മർദ്ദനമായി. പണം കൊണ്ടുവന്നില്ലേ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നായി. അവർ സഖി കെട്ടു. കുട്ടിയെ എടുത്ത് അവർ വണ്ടിത്തടത്ത്, തിരുവല്ലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള വണ്ടിത്തടത്ത് അവരുടെ സ്വന്തം വീട്ടിലോട്ട് പോയി. ഒരു 3 മാസമായി അവിടെ വന്ന് താമസിക്കുന്ന കൊച്ചുമായിട്ട്. ഭർത്താവ് കഴിഞ്ഞ ദിവസം സഹോദരൻ്റെ കൊച്ചിൻ്റെ ജന്മദിനാഘോഷം, അതുകൊണ്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകാനെന്ന് പറയുന്നു. അതിലൂടെ വന്നു. ഷഹന പോയില്ല. കാരണം അവിടെ ചെന്നാൽ വീണ്ടും പീഡനം ഉണ്ടാവും. അവിടെ പണം ചോദിക്കും, പണം കൊടുക്കണം. അതുകൊണ്ടാണല്ലോ, സഖി കേട്ടിട്ടാണല്ലോ ഇവർ വീട്ടിലോട്ട് പോകണം. ഭർത്താവ് വിളിച്ചിട്ട് പോയില്ല. ഭർത്താവിൻ്റെ സഹോദരൻ്റെ കൊച്ചിൻ്റെ ജന്മദിനം നമുക്ക് കാര്യമൊന്നുമില്ല. നമുക്കവിടെ ചെന്നാൽ ഭീകരമായ മർദ്ദനമാണ്. കൂടുതൽ സ്വർണം വേണം. കൊടുക്കാനുള്ള 75 പവനോളം ഒരു തരത്തിൽ അവരുണ്ടാക്കി കൊടുത്തവരാണ്. ഇനി കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിൽ വന്ന് കുട്ടിയുമായിട്ട് വന്ന് നിന്നത്. 2 വയസ്സുള്ള കുട്ടിയാണ്. ഏതായാലും 3 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഭർത്താവ് വന്ന് വഴക്കുണ്ടാക്കി. ഭാര്യയുടെ അനുവാദമില്ലാതെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അവർക്ക് ആ കൊച്ചിനെ വിട്ടു കഴിഞ്ഞപ്പം അവർക്ക് വലിയ നിരാശ ജീവിതത്തിൽ തോന്നി. തൻ്റെ കൈവശമിരുന്ന കൊച്ചിനെ അമ്മയായിട്ട് ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും അവരെത്ര പ്രകോപനം ഉണ്ടാക്കിയാലും കുട്ടിയെ സംരക്ഷിച്ചു വന്ന അമ്മയാണ്. അതുകൊണ്ടാണ് കുട്ടിയായിട്ട് മടങ്ങി അവരുടെ വീട്ടിലെത്തി. കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ചില്ല. തൻ്റെ പൊന്നോമനെയാണ്. ഏതായാലും ഭർത്താവ് എന്തുദ്ദേശത്തിലാണ് ഇപ്പം വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയില്ല. പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ പറഞ്ഞോ എന്നും നമുക്കറിയില്ല. ബലമായിട്ട് ഭാര്യ വരുന്നില്ലെന്നറിഞ്ഞപ്പം കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അത് വലിയ ഷോക്കായി. കുട്ടിയെ കൊണ്ടുപോകരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അമ്മയോട് ചേർന്ന് മാറോട് അണഞ്ഞു കിടന്ന് ഉറങ്ങുന്ന കുട്ടിയാണ്. അതിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഭർത്താവ്. അത് അത്ര ചിന്തിച്ചില്ലായിരിക്കാം. ഭർത്താവ് കൊണ്ടുവരുന്ന പല പ്രാവശ്യം പറഞ്ഞ് ബലമായിട്ട് കുട്ടിയെ കൊണ്ടുപോയപ്പം അവർ വാതിലടച്ചു. അവർ ആത്മഹത്യ ചെയ്തു. ഇത് ഭർത്താവ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയില്ല. എന്തായാലും കുട്ടിയെ നഷ്ടപ്പെട്ടു, കുട്ടിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു. കുട്ടിയെ കൊണ്ട് അയാൾ പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം തിരുവല്ലത്തെ മാത്രമല്ല, ഇത് വാർത്തയായി വന്നപ്പം പലയിടത്തും ഇതുപോലുള്ള സംഭവങ്ങളിലെ അമ്മമാർ ഇരയായിട്ടുണ്ട്. പല കുടുംബങ്ങളിൽ ഇത് തന്നെ പ്രശ്നം. കൂടുതൽ പണം വേണം. അത് കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആ പണം തട്ടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. നമുക്കറിയാം, ഈയിടെ ഒരു കല്യാണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടി, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ 10 ഇരട്ടിയുള്ള സ്വർണം വേണം. സ്വർണവും ആഭരണങ്ങളും അതുപോലെ തന്നെ സ്വത്തുക്കളും കാറും ഒക്കെ വേണം. 2 പേരും പോസ്റ്റ് ഗ്രാജുവേഷന് MBBSൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്നപ്പോൾ അത് വലിയ വാർത്തയായി. അപ്പം ഇന്നും പണത്തിന് വേണ്ടിയാണ് പരസ്പരം കല്യാണം കഴിക്കുന്നത്. നമ്മുടെ നാട്ടുനടപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു, സജീവമായിട്ട് നിലനിൽക്കുന്നു. അതിന് പലരും ഇരയാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു അബറ്റ്മെൻ്റ് ആണ്. 306 ഇന്ത്യൻ പീനൽ കോഡിൽ 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ അബറ്റ്മെൻറ്റ് തന്നെയാണത്.
പ്രേരണക്കുറ്റമാണ്. കുട്ടി എടുത്തുകൊണ്ട് പോയ അമ്മ ഹതാശയാകും, ഡെസ്പറേറ്റ് ആവുമെന്ന് അയാൾക്കറിയാം. എങ്കിലും എടുത്തുകൊണ്ട് പോയി. അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ. അതൊരു പ്രേരണക്കുറ്റത്തിലോട്ട് കൊണ്ടുപോകും. അതുതന്നെയല്ല, സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് 498. സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട്. സ്ത്രീധനം ചോദിച്ച് അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഭർത്താവ് നൗഫലിയും മാതാവ് സുനിതയൊക്കെ ആണ് നിരന്തരം ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സംഭവം കേരളത്തിൽ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ മനസ്സ് വിറങ്ങലിച്ച് നിന്ന് തീരുമാനം എടുക്കുമ്പം അതിനൊക്കെ മറ്റൊരാളുടെ ഉപദേശം സ്വീകരിക്കുക. അല്ലെങ്കിൽ ഹെൽപ്പ് ലൈന് 1056, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള നമ്പറാണ്, 1056 വിളിക്കുക, ഈ കാര്യം പറയുക. ആര് രഹസ്യമായിട്ട് വീട്ടിൽ നമുക്ക് അവരെ വിളിക്കാം. 1056 മാത്രം വിളിച്ചാൽ മതി. ഹെൽപ്പ് ലൈനാണ്. അപ്പോൾ നല്ല ഹെൽപ്പ് ഉണ്ടാവും നമുക്ക്. നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റാണ്, അത് കറക്റ്റ് ചെയ്യും. അതിന് പോകാൻ വഴി അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 0471 ഉണ്ട്, 255 20 56 വിളിച്ചാലും മതി. ഏറ്റവും എളുപ്പം 1056 1056 വിളിക്കുക. മാനസിക സംഘർഷമുള്ള സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ കരുതണം. ആ കുടുംബം മുഴുവൻ നശിച്ചു. ആ കൊച്ചിന് അമ്മയില്ലാതെ പോയി. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവർ ഭാര്യയെ നഷ്ടപ്പെട്ടു. കൊച്ചിനെ അവരിനി വളർത്തണം, അല്ലെങ്കിൽ ഈ അമ്മ വീട്ടുകാർ കുട്ടിയെ വളർത്തണം. കുടുംബ പ്രശ്നങ്ങൾ വളരെയധികം ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ട് കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ദയവ് ചെയ്ത് അങ്ങനൊരു തീരുമാനം എടുക്കാതെ നിങ്ങൾ ഉപദേശം മൂന്നാമത് സ്വീകരിക്കുക. രഹസ്യമായി ആണ് ഉപദേശം കിട്ടേണ്ടതെങ്കിൽ 1056 വിളിക്കുക നിങ്ങൾ.